നമസ്കാരം സനോജ് ജി. നമസ്കാരം. തിരുവോണാശംസകൾ എല്ലാ പ്രേക്ഷകർക്കും തത്വമയുടെ തിരുവോണാശംസകൾ. സനോജ് ജി, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് തിരുവോണ ദിവസമായിട്ട്. ആദ്യത്തേത്, മഴയായിട്ട് പോലും ക്ഷേത്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഭക്തജന തിരക്കാണ്. അതെ, പൊതുവേ ആളുകൾക്കൊരു വിചാരമുണ്ട് തിരുവോണമാകുമ്പോൾ അന്ന് മറ്റു വാർത്തകളൊന്നും ഇല്ല. അങ്ങനെയല്ല, വാർത്തകൾക്ക് പഞ്ഞമില്ല, വാർത്തകൾക്ക് അവധിയില്ല, വാർത്താ പ്രവർത്തകർക്കും അതുപോലെ അവധിയില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ സദാസമയം ജാഗരൂകരായി തിരുവോണ സദ്യ പോലും മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്തകൾ ഒരുപക്ഷെ കുറെയെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. മറ്റു ചാനലുകൾ പോലെ അല്ല. മറ്റു ചാനലുകൾക്കൊക്കെ നേരത്തെ ഷെഡ്യൂൾ വെച്ചിട്ട് പോയാൽ മതി. നമുക്ക് അങ്ങനെയല്ല, കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആയിട്ടുള്ള വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ പ്രവർത്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും മനോജ് പറഞ്ഞ പോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന്, കേരളം ഓണം ആഘോഷിക്കുന്നത് തന്നെയാണ്. കാര്യം ദിവസമാണ് മലയാളികളുടെ ദിവസം. അതായത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചിരിക്കും എന്ന് മലയാളിയുടെ ഒരു നിർബന്ധ ബുദ്ധി, അത് വീണ്ടും ഒരിക്കൽ കൂടി മഴയെപ്പോലും തോൽപ്പിച്ചിരിക്കുന്നു. കാര്യം ഇന്ന് രാവിലെ കനത്ത മഴയായിരുന്നു. ഇന്നലെ മുതൽ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു, അല്ല ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും കൂടി വടക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു. എന്നിട്ട് കൂടി രാവിലെ ക്ഷേത്ര ദർശനത്തിനടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ ഉത്രാടപ്പാച്ചിലും ഈ ഒരു മഴ ബാധിച്ചില്ല എന്നുള്ളതാണ്. വൈകിട്ടൊക്കെ വലിയ തിരക്കായിരുന്നു തിരുവനന്തപുരം അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ. തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങളുടെ നേർക്കാഴ്ചകൾ തത്വമേ ന്യൂസിന്റെ അഭിരാമി ചെയ്തിരുന്നു. പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കുക. നല്ല രസമുള്ള ഒരു വീഡിയോ പേജിൽ തന്നെ ഉണ്ട്. കുന്നിൽ നടക്കുന്ന ഓണവിശേഷങ്ങൾ, അവിടെ വരുന്ന ആളുകളുടെ ഒരു ഓണം വൈബ് എന്താണ് കൃത്യമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടർ അഭിരാമി തയ്യാറാക്കിയ റിപ്പോർട്ട് നമ്മുടെ തത്വമയുടെ പേജിൽ തന്നെ ഉണ്ട്. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, നമ്മൾ ഈ ഓണത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുമ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത, കേരളത്തിന് ഇനി മുതൽ ഔദ്യോഗികമായ പേര് കേരളം എന്നുള്ളതാക്കിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം, കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കാര്യം മലയാളികൾക്കുള്ള കേന്ദ്രത്തിന്റെ ഓണ സമ്മാനമായി മാറുകയാണിത്. ഇനി മുതൽ കേരള എന്നല്ല എഴുതുക, കേരളം എന്ന് തന്നെയാണ് എഴുതുക. കേരളത്തിന് ഓണാശംസകൾ. അപ്പോൾ കേരളത്തിന് കേരളത്തിനല്ല, കേരളത്തിന് ഓണാശംസകൾ. അത് വലിയൊരു സന്തോഷ വാർത്ത കൂടി ഒരു നിമിഷം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി സന്തോഷകരമായ വാർത്തകളിൽ നിന്ന് ഒരു അല്പം ഗൗരവമേറിയ ഒരു വാർത്തയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലായിരുന്ന, ജയിലിലായിരുന്ന PS പ്രശാന്ത് തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ. നമ്മളൊരു ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തിരുന്നു. നമ്മൾ ഈ സമയത്ത് പറയുന്നത് അനുയോജ്യമാണോ എന്നറിയില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് അപ്രിയ സത്യങ്ങൾ എന്നുള്ളതുപോലെ ഈ മുരാരി ബാബുവിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. മുരാരി ബാബുവും ഈ സ്വർണ്ണക്കൊള്ളയിൽ വളരെയധികം പേര് പരാമർശിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹവും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, അദ്ദേഹത്തിന്റെ പേരാണ് തത്വമയി ആദ്യം മുതൽ ഉയർത്തിക്കാട്ടി. സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച ആളെന്നുള്ള നിലയിൽ അദ്ദേഹവും ഇപ്പോൾ തലച്ചോറിൽ രക്തസ്രാവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് മാറിയിരിക്കുന്നു. കർമ്മ എന്നൊരു സാധനം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തിരുവോണ ദിവസമാണ്. അദ്ദേഹം നിയമപരമായി തന്നെ അതിനെ നേരിടട്ടെ. നിയമത്തിന്റെ കണ്ണിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കരുതിയെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ. നിയമപരമായി അദ്ദേഹം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ ഒരു കേസിനെ നേരിടട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്കും പറയാനുള്ളത്. എന്തായാലും അവിടെ നിന്നും പോകുമ്പോൾ വീണ്ടും വാർത്തകൾക്ക് ഒരു പഞ്ഞമില്ല. ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകൾ ഒരുപാട് വരികയാണ്. ഇപ്പോൾ ഓണസദ്യ കഴിഞ്ഞ ആളുകളൊക്കെ ഓണക്കളികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണസദ്യ എന്ന് പറയുമ്പോൾ തൃക്കാക്കരയിലെ ഓണസദ്യയും തിരുവാറന്മുളയിലെ സദ്യയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ തൃക്കാക്കര അപ്പനൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുന്നു എന്നുള്ള ഒരു പ്രതീകാത്മകമായി ആളുകൾ അവിടെ വലിയ രീതിയിൽ എത്തിച്ചേരാറുണ്ട്. ഇന്നും സംസ്ഥാനത്തെ 2 മന്ത്രിമാരടക്കം അല്ലെ 2 മന്ത്രിമാരടക്കം അവിടെ ഉണ്ടായിരുന്നു. അവരടക്കം നിരവധി പേർ ഈ ഒരു ഓണസദ്യയിൽ പങ്കെടുത്തു. അത് മാത്രമല്ല, മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും നിറപ്പൊലിമയാർന്ന കാഴ്ച നിൽക്കുന്നത് ഈ ആചാരപ്പെരുമയുടെയും സാംസ്കാരിക തലസ്ഥാനവും ഒക്കെ ആയിട്ടുള്ള പൈതൃക ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവാറന്മുളയിലാണ്. തിരുവാറന്മുളയിൽ ഈ തിരുവോണത്തോണി എത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് അവിടെ എത്തി ഗോവിന്ദനാമ സങ്കീർത്തനം പാടിക്കൊണ്ട് ഭക്തജനങ്ങൾ അതിനെ വരവേറ്റു. ആചാരപ്പെരുമയോടുകൂടി തന്നെ ആ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന
വിഭവങ്ങൾ തിരുവാറന്മുള പാർത്ഥസാരഥിയായ വിളമ്പി തുടർന്ന് അവിടെയും വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ തിരുവാറന്മുളയിൽ നടന്നു. അതുപോലെ നാടിന്റെ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള തിരുവോണ സദ്യകൾ. ഇന്നൊരു ദിവസം ഒരുപക്ഷെ ആഹാരം കിട്ടാതെ ആരും വലയരുത് എന്നുള്ളത് ഒരു മലയാളിയുടെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗവുമാണല്ലോ. ഇപ്പോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഇപ്പോ ഈ വലിയ ഈ ആഘോഷങ്ങൾക്കിടയിലും രോഗദുരിതബാധിതരായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. അപ്പൊ അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അപ്പൊ അവരെയും നമ്മൾ ഈ നിമിഷം മറന്നു പോകരുതെന്ന് കരുതി സേവാഭാരതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിറ്റ് അവർ എല്ലാ വർഷവും അത് മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഇക്കുറിയും വിഭവസമൃദ്ധമായ സദ്യ അവിടെ നടക്കുകയുണ്ടായി. മേയർ വി രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ അദ്ദേഹം രാത്രി ഏറെ വൈകിയും അതിന്റെ പാചകപ്പുരയിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അത് വലിയ ഒരു പോസിറ്റീവ് തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അവിടെ MLA ആയിട്ടുള്ള കഴക്കൂട്ടം MLA ആയിട്ടുള്ള വി മുരളീധരൻ ആ ഒരു സ്ഥലത്ത് സന്ദർശിക്കും. ആ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രത്യേകമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകളുമായി ഓണം മുന്നോട്ട് പോവുകയാണ്. ക്ഷേത്രങ്ങളുടെ സദ്യയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി, ഒരു 2-3 നെഗറ്റീവ് വാർത്തകൾ വന്നിട്ടുണ്ട്. അത് അത്ര നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. ഒരിടത്ത് ലോറി പാഞ്ഞു കയറി രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് ചേലക്കരയിൽ. അതുപോലെ പാകിസ്ഥാനിൽ ആശുപത്രിക്ക് തീപിടിച്ച് 15 കുട്ടികളുടെ ശിശുക്കൾ ദാരുണ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഓണത്തിന്റെ ഇടയിൽ അന്യ സംസ്ഥാനങ്ങളിൽ അന്യ സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇടയ്ക്കും സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാം നമുക്ക്. കാരണം അതിമനോഹരത്തിന്റെ കഥാപാത്രത്തിന്റെ വേഷമിട്ട് ലാലേട്ടൻ മലയാളികൾക്ക് പോലീസ് വേഷത്തിൽ ബൈക്കിലിരുന്ന് ഓണാശംസകൾ മലയാളികൾക്ക് അതിരാവിലെ തന്നെ ഓണാശംസകൾ നേരുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കേരള വസ്ത്രധാരിയായി വന്നു. പോലീസ് വേഷത്തിലാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം മറ്റെന്തോ ഷൂട്ടിംഗിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ അദ്ദേഹം ഒരു 3 മണിക്കൂർ മുമ്പാണ് ഇപ്പൊ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നേരം വെളുത്തതിന് ശേഷം മാത്രമാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും അതിമനോഹരം എന്ന ഒരു സിനിമ. ഇപ്പോ ഈ ശബരിമല ഷൂട്ടടക്കം വിവാദമായ അതിമനോഹരം എന്ന ഒരു സിനിമയിൽ പോലീസ് വേഷത്തിൽ ബൈക്കിലിരിക്കുന്ന ഒരു ഗംഭീര ചിത്രം. അതിന്റെ അടിക്കുറിപ്പ് ഇതാണ്: ഏവർക്കും അതിമനോഹരമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ആ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിരാവിലെ തന്നെ മലയാളികൾക്കെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം രാഷ്ട്രപതി ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. മാത്രമല്ല പല സിനിമാ താരങ്ങളും ഇതിനോടകം ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. ഇടയ്ക്ക് സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ, ക്ഷേത്രങ്ങളുടെയും കാര്യം പറഞ്ഞപ്പോൾ രാവിലെ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ശബരിമലയിൽ ഓണസദ്യ ഭക്തർക്ക് നൽകുവാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അത് സംബന്ധിച്ചൊരു ചെറിയ ആശങ്ക നിലനിന്നിരുന്നു. കാരണം ഈ കേറ്ററിംഗ് ഏറ്റെടുത്ത മെസ്സുകാരോട് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പാകപ്പിഴ മാധ്യമ വാർത്തകൾ വന്നതോടുകൂടി തന്നെ അതിലൊരു പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോ ഓണം ഒരു തിരുവോണം കൂടി അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുമെന്ന് പറയാം. ഇപ്പോ ഓണാഘോഷങ്ങൾ എല്ലായിടത്തും തിമിർത്ത് നടക്കുകയാണ്. നാടകം, ഓണക്കളികളും ഓണസദ്യയും വലിയ രീതിയിൽ ആഘോഷം മുന്നേറുകയാണ്. അപ്പോൾ മലയാളികൾ വീണ്ടും ഒരിക്കൽ കൂടി കൂട്ടായി നിന്നുകൊണ്ട്, അതിജീവനത്തിന്റെ നാടായി നിന്നുകൊണ്ട് ഓണം ആഘോഷിച്ച് ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ദിവസം അങ്ങനെയാണ്. കാര്യം ഇവിടെ രാഷ്ട്രീയ ഭേദങ്ങളുണ്ട്, കക്ഷിഭേദങ്ങളുണ്ട്, വർഗഭേദങ്ങളുണ്ട്. ഈ ഒരു ദിവസം ഇതൊന്നുമില്ലാതെ മലയാളിയായി നിന്ന് നമ്മൾ കേരളത്തിന്റെ, ഇന്ന് വീണ്ടും പറയുന്നു, കേരളത്തിന്റെ ഓണം ദേശീയോത്സവം എന്ന് തന്നെ, സംസ്ഥാനോത്സവം എന്ന് തന്നെ നമുക്ക് പറയാം. ഓണം ആഘോഷിക്കുന്നു, മാവേലി മന്നനെ വരവേൽക്കുന്നു, തൃക്കാക്കരയപ്പനൊപ്പം തിരിച്ചു പോകാറുമായി. അദ്ദേഹത്തിന് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഈ ഒരു ദിവസം, ഈ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ നീണ്ടുന്ന ആഘോഷത്തിന് വേണ്ടിയാണ് മലയാളികൾ കഴിഞ്ഞ ഒരു മാസമായി ഒരുങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ വിപണികൾ, ഓണ വിപണികൾ ഒക്കെ സജീവമായിരുന്നു. മഴ വളരെ നേരത്തെ വന്നു പോയിട്ട് ഈ ഓണ സമയത്ത് വീണ്ടും സജീവമായിരുന്നു. കച്ചവടക്കാരെയൊന്നും അധികം ശല്യപ്പെടുത്താതെ മഴ കടന്നുപോയത്. പക്ഷേ ഇപ്പോ ചെറിയൊരു ആശങ്ക നിൽക്കുന്നത് വിനോദസഞ്ചാര മേഖലയിലാണ്. കാര്യം ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര മേഖലകളിൽ ഈ അലർട്ട് വരുന്നതനുസരിച്ച് ചില നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. ബന്ധപ്പെട്ട ഭരണാധികാരികളും പോലീസും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. കാര്യം ഈ പറഞ്ഞതുപോലെ ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെയാണ് വിലപ്പെട്ട ജീവനുകളും നമുക്ക് വലുതാണ്.
ആഘോഷങ്ങൾ ഇനിയും ആഘോഷിക്കാം, പക്ഷേ നമ്മൾ ജീവനോടെ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ കരുതലോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥയുടെയും പ്രകൃതി ദുരന്തത്തിന്റെയും കാര്യം പറഞ്ഞപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ തന്നെ അത് കൃത്യമായി ഫോളോ ചെയ്യും. തത്വമയി ന്യൂസിന്റെ പ്രേക്ഷകർ തീർച്ചയായും തത്വമയി ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ഒന്ന് ഫോളോ ചെയ്തുകൊള്ളുക. കാരണം കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ് ഞങ്ങൾ. തന്നെയുമല്ല, ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോൾ ചൈനയുടെ അതിർത്തി ഗ്രാമം, ഭാരതത്തിന്റെ ചൈനയുമായി അതിർത്തി പങ്കിടുന്നിടത്ത ഒരു ഗ്രാമത്തിന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, സുരക്ഷാ ബാധിത പ്രദേശമായി. അവിടെ ഒരു മിന്നൽ പ്രളയമുണ്ടാവുകയും ഒരു മാർക്കറ്റ് മുഴുവനായി ഒലിച്ചു പോവുകയും ചെയ്തൊരു സംഭവം ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ മുൻപിൽ വരുന്നുണ്ട്. 8ഓളം പേരെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. ജീവനുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മിന്നൽ പ്രളയം ആ പ്രദേശങ്ങളിൽ വളരെ നമ്മുടെയൊക്കെ ഇവിടെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ വെയിലടിക്കുന്നു എന്ന് പറയുന്നത് പോലുള്ളതാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം പറയാനോ ഇന്ന് ആ മുൻവിധിയൊക്കെ മാറ്റിവെച്ച് ഓണ ദിവസത്തെ ഒരു ദിവസത്തെ ഓണ വാർത്തകളുമായിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പൊ എന്തായാലും വാർത്തകൾക്ക് അവസാനമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ അവതരിപ്പിച്ച കാര്യങ്ങൾക്ക് ഇവിടം കൊണ്ടും ഒരു വിരാമം. ഞങ്ങളിപ്പോൾ ഒരു സമാപ്തി കുറിച്ചാലും വാർത്തകൾ തുടർന്നുകൊണ്ടേ. എന്തായാലും ഇതുവരെയുള്ള ലഘുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓണ വിഭവങ്ങളായി തന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിത്രത്തിൽ തൽക്കാലം നിർത്തുകയാണ്. പറഞ്ഞതുപോലെ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവർക്കും ഇതിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക, അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പ്രേക്ഷകരുടെ ഓണം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു സദ്യക്ക് വിഭവങ്ങൾ, എന്തായിരുന്നു ഓണക്കളികൾ, കമന്റുകളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന രാഷ്ട്രീയ വാർത്തകളായിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യാറുള്ളത്. ഇന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓണം എങ്ങനെയായിരുന്നു, ഓണവിശേഷങ്ങൾക്ക് എങ്ങനെയാണ് ഓണം ഉണ്ടത്, അല്ലെങ്കിൽ ഓണത്തിന്റെ പ്രത്യേകത, ഈ ഒരു ഓണത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു തുടങ്ങി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു വാർത്തയുടെ താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും. തൽക്കാലം എല്ലാവർക്കും ഒന്നുകൂടി പൊന്നോണ ആശംസ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. കേരളത്തിന് പൊന്നോണ ആശംസകൾ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.